നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഇന്ത്യയുടെ ഇമേജ് പല രീതിയിലും ടാർണിഷ് ചെയ്ത് നാശമാക്കിക്കാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം നല്ലതാക്കണം, അത് മോദി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നെഗോസിയേഷൻ. അമേരിക്കയുടെ പുതിയ എൻവോയ് ഇന്ത്യൻ അംബാസഡർ സെർജിയോ ഗോർ വരുന്നു, ട്രംപിന്റെ ഗിഫ്റ്റ് കൊടുക്കുന്നു, ആ പഴയ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായി. അതായത് RSSന്റെ 100ാമത്തെ ആനിവേഴ്സറിയാണ്. അവിടെ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും, അതായത് പല RSSന്റെ പല അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകളുണ്ട്. അമേരിക്ക വളരെ സ്ട്രോങ് ആണ്. ഷിക്കാഗോയിലാണെങ്കിലും ലോസ് ഏഞ്ചലസിലാണെങ്കിലും ന്യൂയോർക്കിലും ഒക്കെ. കൂടുതലും അത് ഹിന്ദു പഞ്ചാബികളും ഗുജറാത്തികളൊക്കെയാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പം അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരവും സെർജിയോ ഗോർ പറഞ്ഞ പ്രകാരവും ഇന്ത്യയിലെ RSS, അമേരിക്കയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടന, അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ലോബിയിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ഡീല് സൈൻ ചെയ്തു. കാരണം RSSന്റെ ഇമേജ് അമേരിക്കയിൽ തകർന്നു. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും അതേപോലെ അവളുടെ പൊളിറ്റീഷ്യൻസും ഈ കഴിഞ്ഞ ദീപാവലിക്ക് നിങ്ങൾക്കറിയാം വളരെ മോശമായിട്ടാണ് വൈറ്റ് ഹൗസ് ദീപാവലി ആഘോഷിച്ചതിനെ പറ്റി ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ള ഇന്ത്യൻ ഒറിജിൻസ് ആയിട്ടുള്ള അവർ ദീപാവലി ആശംസകൾ കൊടുത്തപ്പോൾ വളരെ മോശമായിട്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കി അവിടെ. അതിനുശേഷം പിന്നീട് അമേരിക്കയിൽ ഉണ്ടായ സംഭവം കാരണം കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഇത് അമേരിക്കയിലെ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ വളരെ ഭയങ്കരമായിട്ട് ഇത് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അത് കയറി അങ്ങ് കത്തിയത്. ഉറപ്പായിട്ടും അത് ഇന്ത്യയിലും ട്രംപിനെതിരെ അമേരിക്കക്കെതിരെയും ക്യാമ്പയിൻ നടന്നു, മീഡിയയിലും സോഷ്യൽ മീഡിയയിലും. അത് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അതായത് ഇന്ത്യയിലെ ക്രൈസ്തവരെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നു. അപ്പൊ അതിൻ്റെ സോഷ്യൽ മീഡിയ വീഡിയോകളും മറ്റും അമേരിക്കയിലും വൻ പ്രചാരത്തിലായി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് റൈറ്റ് വിങ് ക്രിസ്ത്യൻ ഹാർഡ് കോർ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. അപ്പൊ അവരുടെ അകത്തുള്ള പല ആൾക്കാരും ആദ്യം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരിത് കൺസേൺഡ് ആണ് ഈ മാറ്റർ. അവർ നിരന്തരമായിട്ട് ട്രംപ് മോദി ബന്ധം ശക്തമായപ്പോഴൊക്കെ ഇവർ നിരന്തരമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് ആവശ്യപ്പെടുകയാണ്, ഇതേപോലെയുള്ള അറ്റാക്കും പള്ളികളിൽ അറ്റാക്ക് ചെയ്യുന്നു, അതായത് ക്രിസ്ത്യാനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല, ബൈബിൾ ഉപയോഗിച്ച് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. അതേപോലെ കാത്തലിക്സിന്റെ നാഷണൽ ഹെറിറ്റേജ് ഫൗണ്ടേഷനും ഇത് ശക്തമായ രീതിയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴൊന്നും ട്രംപ് ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സുമായിട്ട് സംസാരിച്ച് അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും കൺട്രോൾ ആയില്ല. പിന്നീട് ഇന്ത്യയിൽ ഈ സംഭവങ്ങൾ ഓരോ ദിവസവും ഇത് കൂടി വരികയും, അതേപോലെ തന്നെ ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടിയുമായി, പ്രശ്നമായി, ടാരിഫായി, മറ്റുള്ള ഇഷ്യൂവായി, ഓപ്പറേഷൻ സിന്ദൂറായി, അങ്ങനെ മറ്റു പല ഇഷ്യൂവും കൂടെ കയറി അങ്ങ് പെരുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി, അതിനകത്തുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പും അവിടെയുള്ള ഹിന്ദു ഗ്രൂപ്പുകളെ അവരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അറ്റാക്ക് അടിയും പിടിയും ഒന്നും അല്ല. അവിടെ ഞാൻ പറഞ്ഞു, പല RSSുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഹെറിറ്റേജ് പഠിപ്പിക്കുന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന RSSകാരും RSSന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇന്റലക്ച്വൽസ് ഒക്കെ. അവരുടെയൊക്കെ വിസ പുതുക്കാൻ പല ആൾക്കാരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പല ആൾക്കാരും വിസ ചോദിച്ചായിരുന്നു, അതെല്ലാം അതൊക്കെ സസ്പെൻഡ് ചെയ്തു. അതായത് കോൺഫറൻസ് വിസ, വിസിറ്റിംഗ് വിസ അല്ല, കോൺഫറൻസ് വിസ, അതെല്ലാം അങ്ങ് സസ്പെൻഡ് ചെയ്തു. ഇത് പ്രശ്നമായി ബേസിക്കലി. അപ്പൊ മോദി ഗവൺമെന്റും ഈ പറയുന്ന RSSനോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇമേജ്, കാരണം അമേരിക്ക ജനാധിപത്യ രാജ്യമാണ്, അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും ഡെമോക്രാറ്റ്സ് ആണെങ്കിലും രണ്ടു കൂട്ടത്തിലും ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ന്യൂയോർക്ക് മേയർ സൊഹറൻ മമദാനി ന്യൂയോർക്കിന്റെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങൾ അവിടുത്തെയുള്ള പാസ്റ്റേഴ്സ് എല്ലാം കൂടെ നിന്നാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അമേരിക്കയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷനാണ്.
ഇന്ത്യയുടെ ഒരു സെക്യുലർ രീതിയാണ്, പക്ഷേ ഇന്ത്യൻ ഏറ്റവും കൂടുതൽ ഹിന്ദു രീതിയിലുള്ള സംഭവമാണ്. പക്ഷെ അമേരിക്കൻ അത് വിസിബിളാണ്, അതവിടെ പോകുന്നവർക്ക് മനസ്സിലാകും. മറ്റുള്ളവരെ അതിനെപ്പറ്റി അങ്ങനെ അങ്ങനൊന്നും അല്ല അത്. അമേരിക്കയിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ നമ്മൾ കാണുകയാണെങ്കിലും അവിടെയൊക്കെ ബൈബിളും വായിക്കും, പാസ്റ്റർമാർ ഇവരൊക്കെ പ്രാർത്ഥിച്ച ശേഷം എല്ലാം തുടങ്ങത്തുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒരു വർഷത്തിലൊരിക്കൽ എല്ലാവരെയും വിളിക്കും, പക്ഷെ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങനെയാണ് ആ രാജ്യം. അപ്പൊ അവിടെ ഇതേപോലെയുള്ള ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നു, നേരത്തെ മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്യുന്നു, അന്ന് അവർ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷെ ക്രിസ്ത്യൻ അറ്റാക്ക് എന്ന് പറയുന്നത് അവർ സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മലയാളി പെന്തക്കോസുകാർ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം എനിക്കറിയാവുന്ന പല ആൾക്കാരും മലയാളികൾ അവിടെ പല സ്റ്റേറ്റുകളിലും നല്ല വോയിസ് ഉള്ളവർ, ഇവരൊക്കെ നിരന്തരമായിട്ട് പറയുന്നുണ്ട് ഇത് ഇടപെടണം. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന RSSനെതിരെ അറ്റാക്ക് ഉണ്ടായി. പല രീതിയിലും RSSന്റെ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ടാർണിഷ് ചെയ്തു. റൈറ്റ് വിങ്, അതായത് ഇന്ത്യയിലുള്ള ISIS എന്ന പോലെ അത് RSS ആണെന്നുള്ള രീതിയിൽ അമേരിക്കയിൽ പ്രചാരണമായി. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ട്രംപുമായിട്ട് ബന്ധമുള്ള ഒരു ലോബിയിസ്റ്റ് ഗ്രൂപ്പിന് ഏകദേശം ഓരോ ക്വാർട്ടറിൽ 2.25 കോടിയോളം രൂപ, ഒരു വർഷം ഏകദേശം 2.25 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം $3 ലക്ഷം, ഏകദേശം 10 കോടിയോളം ഇന്ത്യൻ കറൻസി അമേരിക്കയിലുള്ള ഒരു അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ അത് കൊടുത്ത് ഇവരുമായിട്ട് സൈൻ ചെയ്തു. കാരണം അതാണ് ഞാൻ പറയുന്നത്, ദീപാവലിയോട് ബന്ധപ്പെട്ട അവിടെയുള്ള ഹിന്ദു ഗ്രൂപ്പുകൾ ഇവിടുത്തെ RSSകാരോട് പറഞ്ഞു, ഈ ക്രിസ്ത്യൻ ബജറാങ് ദൾ ഇങ്ങനെ അറ്റാക്കുകൾ നിർത്തിയേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അത് അമേരിക്കയിലും ബാധിക്കും, ഗ്ലോബലായിട്ടുള്ള RSSനെയും BJPയെയും റൈറ്റ് വിങ് ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ ബാധിക്കും. നിങ്ങൾക്കറിയാം, അതിനുശേഷം ഇന്ത്യയിലുള്ള അറ്റാക്കിൻ്റെ തുടർച്ചയായിട്ട് ശേഷം ഗ്ലോബലായിട്ട് ഇപ്പം ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇംഗ്ലണ്ടിനാണെങ്കിലും പലയിടത്തും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കെതിരെ അറ്റാക്ക് ഉണ്ടായതിൻ്റെ ബേസിക് ഇഷ്യൂ ഇതാണ് കയറിപ്പോയത്. അപ്പൊ ഇത് പിന്നെ മറ്റുള്ള ഇഷ്യൂയിലോട്ടങ്ങ് കയറിപ്പോ ഇവിടുന്നാണ് ഇത് കയറി അങ്ങ് പോകുന്നത്. അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇമേജ് ബിൽഡപ്പ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് RSS ഇങ്ങനൊരു ലോബിയിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം കോൺഗ്രസിനാണെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിലും സെനറ്റിലും അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ RSS ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെ എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടു കാണും. മോഹൻ ഭാഗവത്തിന്റെ RSS ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എതിരല്ല, അവർ ഇന്ത്യക്കാർ തന്നെയാണ്. അവർക്ക് സ്റ്റേറ്റ്മെന്റൊക്കെ ഡെലിബറേറ്റ് ആയിട്ട് അമേരിക്കൻ പ്രഷറിലാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ വെറുതെ വന്നൊന്നുമല്ല, പെട്ടെന്ന്. കാരണം അത്രമാത്രം മോശം ഇമേജ് ആയിപ്പോയി. അതിൻ്റെ പേരിലാണ് ട്രംപ് ഇന്ത്യൻ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഗവൺമെന്റും സൈൻ ചെയ്യാത്തത്. കാരണം ഈ പ്രഷർ ഗ്രൂപ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഫർദർ ഈ സംഭവം പോസിറ്റീവായിട്ട് കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാത്തത്. ഞാൻ എങ്ങനെയാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്, ഒരു കാര്യം സ്പെസിഫിക് ആയിട്ടൊരു ആവശ്യമുണ്ട്, അതവർ പുറത്ത് പറയത്തില്ല, പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ പുറത്തു വെക്കും. ഈ നൈജീരിയയുടെ കാര്യം പല ആവർത്തി പറഞ്ഞ് നടന്നതിന് അവസാനമാണ് ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് കൊടുക്കുകയാണ്. പെട്ടെന്ന് പിന്നെ നൈജീരിയ ഇടപെടുന്നു, പ്രശ്നങ്ങൾ മാറുന്നു. ഈ രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ RSS ഇത്രമാത്രം മോശമായ ഒരു സംഭവമാണെന്ന് അമേരിക്ക ജനതയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് അവിടെ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോൾ അത് അമേരിക്കൻ കോൺഗ്രസിനെ, അവിടെ സെനറ്റ് അംഗങ്ങളും അവിടുത്തെ പൊളിറ്റീഷ്യൻസിനും അത് നിരന്തരമായിട്ട് പറയാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ടെക്സാസിലൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിനെതിരെയും അവിടെയുള്ള പല ഹിന്ദു സംഘടനയ്ക്കും ദീപാവലിക്കെതിരെയും ഒക്കെ ഭയങ്കരമായ രൂക്ഷമായ ക്രിറ്റിസിസം ഉണ്ടായത്. അത് ഫർദറായിട്ട് കാനഡയിലോട്ടും പോയി, മറ്റുള്ള രാജ്യങ്ങളിലോട്ടും പോയി. ഇതാണ് സംഭവം. ഇതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പം അതും മാറ്റാൻ വേണ്ടി അതായത് മേക്ക് ഓവർ എടുത്താൻ വേണ്ടിയാണ് RSS ശ്രമിക്കുന്നത്. അത് ഇവിടെ പറയുന്നത് 100ാമത്തെ വാർഷികം അനുബന്ധിച്ച് അവർക്കെതിരെയുള്ള തെറ്റായ ഇമേജുകൾ മാറ്റാൻ വേണ്ടിയാണ് അമേരിക്കൻ ലോബിയിസ്റ്റിന്റെ മുമ്പിൽ പോയിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടില്ല, അവർ നേരിട്ടാണ് സൈൻ ചെയ്തത്. പക്ഷേ അവരുടെ അഫിലിയേറ്റഡ്
ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ലോബിയിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് സൈൻ ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അത് മറ്റൊരു ലോബിയിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് പാകിസ്ഥാൻ സൈൻ ചെയ്തു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അതിനുശേഷമാണ് 3 പ്രാവശ്യം ഈ അസിം മുനീർ അമേരിക്കയിൽ പോകുന്ന ഇന്ത്യയുടെ ആ റോള് പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇന്ത്യക്കെതിരെ 50% ടാരിഫ് എന്ന് പാകിസ്ഥാനെ പിടിച്ചടിപ്പിച്ചത്. ഇതിനകത്ത് ഗെയിമുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ ഗെയിം മാത്രമല്ല, ഈ ഗെയിം ഇതിന്റെ ഭാഗമായിട്ട് കയറി വരും. എന്നാൽ ശത്രുവിനെ എടുത്ത് അകത്ത് വെക്കാൻ നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്താം. അതിനെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണുമ്പോഴും അത് എടുത്ത് വായിക്കുമ്പോഴും മനസ്സിലാക്കാം ഏത് രീതിയിലാണ് അമേരിക്ക പാകിസ്ഥാനെ കയറ്റിയതിൻ്റെ പിറകിലുള്ള കാര്യം. അതായത് മോദിയും ട്രംപും അടിയും അതിൻ്റെ പുറകിൽ തന്നെ മറ്റു പല ഘടകങ്ങളൂടെ കയറി വന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാരിഫ് കൊടുക്കുന്ന രാജ്യമായിട്ട് പെട്ടെന്ന് ആ ബന്ധം മാറി മോഡിയുടെ തലയിൽ വെച്ച് കൊടുത്തു. അപ്പം ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഡാമേജ് കൺട്രോൾ അത് മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് RSS തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് ഈ സംഭവങ്ങൾ തുടങ്ങിയിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്, RSS ലീഡേഴ്സ് പറയുന്നത്, അവർ ക്രിസ്ത്യാനിക്ക് ഹിന്ദുക്കൾക്ക് എതിരെ ക്രൈസ്തവർക്ക് മുസ്ലിങ്ങൾക്ക് എതിരെയല്ല, അവരെല്ലാം ഇന്ത്യക്കാരുടെ കൂടെയാണ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗം ഇതാണ്. കാരണം അമേരിക്കൻ ഗവൺമെൻറ്റും അമേരിക്കയിലുള്ള കോൺഗ്രസും സെനറ്റ് മെമ്പേഴ്സും അവിടുത്തെ പൊളിറ്റീഷ്യൻസും പ്രത്യേകിച്ച് ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിസ്ത്യൻ അവരും ശക്തമായ രീതിയിൽ ഈ RSSനെതിരെയും അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കൊണ്ട് കൺട്രോൾ ചെയ്യിക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ രാജ്യമാണ്, അതിൽ ജനാധിപത്യ രാജ്യമാണ്. അത് ഇതേപോലെയുള്ള ഗുണ്ടായിസ്റ്റിലോട്ട് പോകാൻ സമ്മതിക്കാൻ പാടില്ല. അത് അമേരിക്കൻ പ്രഷറിൻ്റെ ഭാഗം. അത് മാറ്റാൻ വേണ്ടിയാണ് RSS ഇതേപോലെയുള്ള ലോബീസിനെ വെച്ച് കളിക്കുന്നത് എന്നാണ് പല വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.